ദിവസമാണ്. അത് മുത്തുനബിയോട് പറയുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ അവരെ ഹൃദയങ്ങളില് ഇടം പിടിക്കുകയല്ലാതെ വേറൊരു വഴിയും നമുക്കില്ല. യാഫി ഇമാമിനെ പോലോത്ത ഇമാമിങ്ങള് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത് അല്ലാഹുവിന്റെ ഔലിയാക്കളെ അവരെ മദ്ഹ് പറയലും അവരെ സ്നേഹിക്കലും അവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടലും ഇത്ര നല്ല ആരാധന വേറെയില്ല. കാരണം എന്താണ്? മഹാൻ വിശദീകരിക്കുകയാണ്. കാരണം ഈ മഹാന്മാർ അവര് ഇന്ന് ഈ നിലയിലെത്താനുള്ള കാരണം അവര് അല്ലാഹുവിനെ പോയി, അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് വലിയുള്ളാഹി ഫഖീർ പാപ്പയെ പോലെ നമ്മുടെ ഈ കൊടക് ജില്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരൊക്കെ ഈ നിലയിലെത്തിയതെങ്കിൽ അവര് മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയവരാണ്. നമ്മുടെ മുന്നിലൊന്ന് മറിഞ്ഞു നിൽക്കുകയാണ്. അതാണ് അവരുടെ മരണം കൊണ്ടുള്ള ഉദ്ദേശമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് മഹാന്മാരെ നമ്മൾ കാണുകയാണ്. എത്ര ധൈര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്, എത്ര ആവേശത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, എന്തെല്ലാമാണ് നമ്മൾ വളരെ ആവേശത്തോട് കാര്യങ്ങൾ ധൈര്യത്തോടു കൂടെ ചെയ്യുന്നത്. ആരെ പവർ കൊണ്ടാ? വലിയുള്ളാഹി ഫഖീർ പാപ്പയുടെ പവർ കൊണ്ടാ. നിങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോ നിങ്ങൾ എത്രത്തോളം, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം അന്യമതത്തിൽപ്പെട്ടവർ വരെ ഈ സ്ഥലത്തിങ്ങെത്തുമ്പോൾ അവര് ബഹുമാനം കാണിക്കുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് റോഡിന്റെ സൈഡുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒഴിഞ്ഞു നിന്ന് നിൽക്കുന്ന യുവാക്കളെ, മുത്തു മുഅ്മിനീങ്ങളെ, സദസ് വെറുതെയാക്കണ്ട. ഇവരെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ ശ്രമിക്കണോ. ദുആ കൊണ്ടല്ലാതെ ഒരാളും ഈ ഭൂമി ലോകത്ത് രക്ഷപ്പെടൂല, ഒരാളും രക്ഷപ്പെടൂല. കുറെ നിസ്കരിച്ചത് കൊണ്ട് ആ നിസ്കാരം റബ്ബ് സ്വീകരിച്ചു എന്ന് ഉറപ്പുണ്ടോ? 5 വക്ത് പള്ളിയിൽ വരുന്നവർക്ക് എന്ത് ഉറപ്പാ ഉള്ളത്? ഞങ്ങൾ നല്ല മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നവർക്ക് എന്തുറപ്പാ ഉള്ളത്? ഫഖീർ പാപ്പ ഞങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഉണ്ടോ? ഉണ്ട് എന്ന് ധൈര്യത്തോടു കൂടെ പറയാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ മുഅ്മിനീങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് വേണ്ടി നേതൃത്വം നൽകാൻ നമ്മുടെ മഹല്ല് കമ്മിറ്റി നമുക്ക് വേണ്ടി നേതൃത്വത്തിന് കൊണ്ടുവന്ന ആലിമീങ്ങളെ, സയ്യിദന്മാരെ ഹൃദയത്തിൽ ഇടം കിട്ടിയാൽ അവരെ ദുആയിൽ നമുക്ക് എപ്പോഴും ഇടമുണ്ടാകും. ആ ഒരൊറ്റ കാര്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയാണ്. അല്ലാഹു തആല 4-ാം മാസത്തിൽ എന്താണ് നമുക്ക് രേഖപ്പെടുത്തി വെച്ചതെന്നറിയില്ല. രാവിലെ 3 യാസീൻ ഓതി നമ്മൾ റബ്ബിനോട് ചോദിച്ചത് അല്ലാഹ് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല. എത്രത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ അതിന് ഖബൂലിയത്തുണ്ട് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ കാര്യങ്ങള് റബ്ബ് നമ്മൾ ചോദിച്ചതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കഴിച്ചിലായി. ഇല്ലേ, നമുക്ക് അപകടമാണ്, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ദുരിതങ്ങളാണ് നൽകിയിട്ടുള്ളതെങ്കിൽ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഈ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെ ദുആ കൊണ്ട് അതിനെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ നിസാർ ഉസ്താദിനെ വേദിയിലേക്ക് നമുക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വലിയുള്ളാഹി ഫഖീർ പാപ്പയുടെ ഉറൂസ് പരിപാടി ഇനി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. മഹാന്റെ പ്രഭാഷണവും നാളെ നമ്മുടെ അൻവർ മന്നാനി ഉസ്താദിന്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണവും, അതിനുശേഷം 3-ാമത്തെ ദിവസം റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടി മുത്തുനബിയിലേക്ക് നമ്മൾ എത്തിക്കാൻ മാദിഹീങ്ങളൊക്കെ ഇവിടെ സംഗമിക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുകയും നാളെ 3:30 മണിക്ക് നടക്കുന്ന പള്ളിയിൽ വെച്ച് നടക്കുന്ന മൗലിദിലും ശേഷമുള്ള അന്നദാനത്തിലും മറ്റന്നാൾ നടക്കുന്ന മൗലിദിലും അന്നദാനത്തിലൊക്കെ എല്ലാവരും സജീവമായി സാന്നിധ്യം അറിയിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഹാ ഉറൂസ് പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്ന പരിശുദ്ധ വാക്യം കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകട്ടെ. ഔലിയാക്കൾ ആരാണെന്നും അവരുടെ മഹത്വം എന്താണെന്നും എന്താണ് കറാമത്ത് എന്നും വിശദമായി ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ മഹാനായ നിസാർ ഉസ്താദ് ഇവിടെ എത്തിയിരിക്കുന്നു. ഉസ്താദിനെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടി നല്ല ദിക്ർ ദുആഇന് നേതൃത്വം നൽകിയ സയ്യിദ് അവർകൾക്കും ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തുന്നു. അല്ലാഹു തആല എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.